ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബ്യൂട്ടി വ്ളോഗിൽ എത്തി നിൽക്കുന്നു. വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു DIY ആണ്. ഞാൻ മുടിയെല്ലാം ഒതുക്കി കെട്ടിയിട്ട് വന്നിരിക്കുവാണ്. കാരണം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. മുഖമൊക്കെ ഇപ്പോൾ കുറേ ദിവസമായി സത്യം പറഞ്ഞാൽ ഒന്ന് കെയർ ചെയ്തിട്ട് കാര്യമായിട്ട്. നമ്മുടെ പായസറാണി മത്സരത്തിൻ്റെ സമയത്ത് ഞാൻ പോയൊരു ഫേഷ്യലൊക്കെ ചെയ്തു. അത് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അന്നേരം എല്ലാം കഴിഞ്ഞു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ലൈറ്റിൽ എക്സ്പോസ്ഡായി ഒരുപാട് മേക്കപ്പ് ഇടുന്നുണ്ടായിരുന്നു. ഈ 2 ദിവസം കൊണ്ട് എത്ര മേക്കപ്പ് ചെയ്ത്. അപ്പോൾ ഫേസിന് അങ്ങനെ കണ്ടിന്യൂസ് മേക്കപ്പ് ഒന്നും നല്ലതല്ലല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല സ്കിന്നിൽ. നമുക്ക് ആവശ്യം വരുമ്പോൾ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ എന്താ പറയുക സൺ എക്സ്പോസ്ഡ് ആയിരുന്നു കാര്യങ്ങൾ. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഇനി അന്ന് മുഖമൊക്കെ ഒന്ന് സൂക്ഷിക്കണം. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഹെയർ സ്കിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്രധാന അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം, അതിൽ നിന്നുണ്ടാകുന്ന ഗ്ലോയും തന്നെയാണ്. ഉള്ളിൽ കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഹെൽത്ത് ഈസ് വെൽത്ത്. എങ്കിലും പുറമേയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചില ഗ്ലോസ് ഒക്കെ കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുഖമൊക്കെ ഒന്ന് തിളങ്ങണം, അതായത് ഒന്ന് ടാനൊക്കെ മാറി കുറച്ചൊരു ബ്രൈറ്റ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സിമ്പിൾ പാക്കാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സാണ്. എന്തൊക്കെയാണെന്ന് പറയാമല്ലോ. അതായത് ഇൻഗ്രീഡിയൻസ്: 1 തൈര്, പ്രധാനപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. 2 അരിപ്പൊടി, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ലിക്വറൈസ് പൗഡർ. ഇതിപ്പോൾ ലിക്വറൈസ് ഒന്നും ചേർക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ കോഫി പൗഡറും ഭയങ്കര നല്ലൊരു കാര്യമാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ കോഫി പൗഡർ ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി, റൈസ് ഫ്ലവർ, നമ്മുടെ ഫേസിന് ആവശ്യമുള്ള രീതിയിൽ ഒരു 3 ടീസ്പൂൺ എടുക്കുന്നു. കഴുത്തും കൂടി ചേർത്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് തൈര് ആവശ്യാനുസരണം എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തൈര്. ഇതിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ആവശ്യാനുസരണം എടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റാക്കി എടുക്കാം. ചോക്ലേറ്റ് കളറായിരിക്കും, കോഫി കളർ തന്നെ. കോഫി കളർ ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് വേണ്ടി വന്നുള്ളൂ. ഒരുപാട് ലൂസായാൽ പിന്നെ അത് നമുക്ക് ഇങ്ങനെ തേക്കുമ്പോൾ കുറച്ച് പാടി. ഇത് ക്രീമി ആയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, കോഫിയുടെ ബെനിഫിറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലൊരു റെമഡിയാണ്. പിന്നെ കണ്ണിനടിയിലെ തടിപ്പ്, പഫിനെസ് പ്ലസ് ഡാർക്ക് സർക്കിൾസ്, ഇതെല്ലാം മാറാനും നല്ലതാണ്, ഒരുപാട് നല്ലതാണ്. പിന്നെ നാച്ചുറൽ എക്സ്ഫോളിയേഷൻ നടക്കും. പിന്നെ ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് വെയിലിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ, അതായത് സൺ ഡാമേജസ് നമുക്കുണ്ടാകണം എന്താണോ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള പോളിഫിനോൾസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് എല്ലാം തന്നെ നമ്മുടെ എന്താ പറയുക കൊളാജൻ പ്രൊഡക്ഷനെ ത്വരിതപ്പെടുത്താനും സഹായം. ഇപ്പോൾ കോഫി ഭയങ്കര സംഭവമാണ്. അത് ഒരുപാട് പാക്സിൽ നമ്മൾ കോഫി മിക്സ് ചെയ്തിട്ട്, ഏതൊരു പാക്കിൽ വേണമെങ്കിലും കോഫിയുടെ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട്, നാച്ചുറലായിട്ടുള്ള കോഫി പൗഡർ പൊടിച്ച് കിട്ടുന്ന കോഫി ഉണ്ടല്ലോ, നമ്മൾ ഡിക്കോഷൻ കോഫിയൊക്കെ എടുക്കുന്നത്, അങ്ങനത്തെ കോഫി പൗഡർ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും. ഇതും കുഴപ്പമില്ല. അല്ലാതെ നമുക്കിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, യൂസ് ചെയ്യാം. കോഫി ഈസ് ഗുഡ്. പിന്നെ അതുപോലെ തൈരെന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നല്ല ഒരു എന്താ പറയുക ഹൈ ഇൻ ലാക്റ്റിക് ആസിഡാണ്. അതും അതുപോലെ തന്നെ ഫാറ്റ് കോണ്ടന്റും. ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആകും, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ തൈരിനുണ്ട്. പിന്നെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൈരോ മോരോ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ ഈ സൺ ഡാമേജും കുറയും. പിഗ്മെൻറ്റേഷൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് വരുമ്പോൾ നമുക്കൊരു കരുവാളിപ്പുണ്ടാവില്ലേ, വെയിൽ കൊണ്ട് വാടി വരുന്ന ഒരു സ്കിന്നിനെ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്താക്കി അതിൻ്റെ ആ ഒരു കേടൊക്കെ മാറ്റിത്തരാനായിട്ട് ബ്രൈറ്റ് ആക്കാനൊക്കെ തൈരിന് സാധിക്കും. അത് എപ്പോഴും പറയുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര്. പിന്നെ കേടിനകത്ത് പ്രോബയോട്ടിക്സ് ഉണ്ട്. അത് കാരണം തന്നെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ അതിനൊക്കെയുള്ള ടെൻഡൻസിയൊക്കെ കുറച്ചുകൊണ്ടുവരും. അത് ബ്രേക്ക് ഔട്ട്സ് വരാനുള്ള ടെൻഡൻസീസൊക്കെ. സൺബേണൊക്കെ ഒന്ന് കൂൾ ചെയ്യാനൊരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ്. ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യും. എല്ലാ രീതിയിലും തൈര് ഭയങ്കര നല്ലതാണ്. അപ്പോൾ തൈരുണ്ട്, പിന്നെന്താ കോഫിയുണ്ട്, അരിപ്പൊടിയുമുണ്ട്. ഒരു ബേസായിട്ട് അരിപ്പൊടിയുണ്ട്. കേർഡ് പറയുന്ന കാര്യത്തിനകത്തുള്ള നാച്ചുറൽ ഫാറ്റ്, പ്രോട്ടീൻസ്, പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസ് എല്ലാം നല്ല ഡീപ്പായിട്ടുള്ള ഹൈഡ്രേഷൻ നടത്തി തരും. അതുപോലെ ഡ്രൈ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് യോഗട്ട് അല്ലെങ്കിൽ തൈര് നന്നായിട്ട് ഉപയോഗിച്ചാൽ.
സത്യം പറഞ്ഞാൽ സ്കിന്നിനൊരു ഭയങ്കര നറിഷ്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മുഖത്ത് തൈര് തേക്കുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ സ്കിൻസ് ഒരു 90% സ്കിന്നിനും ഗുണം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. എപ്പോഴും ആദ്യമായിട്ടൊക്കെ തേക്കുന്നവർ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഞാനൊരു ജനറലായിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയണം 100% അല്ല ഒരു കാര്യവും നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ അരിപ്പൊടിയുടെ കാര്യം പറഞ്ഞാൽ, അരിപ്പൊടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൊറിയൻ സ്കിൻ എന്ന് പറയുന്നത് റൈസ് വാട്ടർ, റൈസ് റിലേറ്റഡ് കാര്യങ്ങൾ വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു നാച്ചുറലായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഭയങ്കരമായിട്ട് തിളങ്ങാനും കളർ കൂട്ടാനും, അതായത് കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് ടാനൊക്കെ മാറ്റി ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റനിങ് പ്രോപ്പർട്ടിയൊക്കെ റൈസിനുണ്ട്, റൈസ് ഫ്ലവറിന് ഉണ്ട്. അത് ഏത് ഫോമിലാണെങ്കിലും, പൊടിയുടെ രൂപത്തിലാണെങ്കിലും, അരച്ചുപയോഗിച്ചാലും, അതിൻ്റെ കഞ്ഞി വെള്ളത്തിലാണെങ്കിലും, റൈസ് കുതിർത്ത വെള്ളത്തിലാണെങ്കിലും, എല്ലാത്തിനും റൈസ് ഒരു ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും റൈസ് ഫ്ലവർ പുരട്ടരുത്. അത് ഓവർ എക്സ്ഫോളിയേഷൻ കൂടും, ഓവർ ഡ്രൈനെസ് ഒക്കെ വരും. അതുകൊണ്ട് എല്ലാ ദിവസവും റൈസ് ഫ്ലവർ വേണ്ട. പക്ഷെ തൈര് എല്ലാ ദിവസവും നല്ലതാണ്. റൈസ് ഫ്ലവർ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മുടെ പാക്കിൽ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി. 2 അല്ലെങ്കിൽ 3 ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച്. ഓയിലി സ്കിൻ ആണെങ്കിൽ കുഴപ്പമില്ല. ഡ്രൈ സ്കിൻ ഉള്ളവർ ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ സ്കിന്നിനകത്ത് ഉള്ള മോയ്സ്ചറിനെ ലോക്കിൻ ചെയ്യാനായിട്ട്, നല്ല ഡീപ്പായിട്ട് ലോക്കിൻ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം കൂടി ഇതിൽ ചേർക്കുന്നു. ദാറ്റ് ഈസ് ഗ്ലിസറിൻ. വെജിറ്റബിൾ ഗ്ലിസറിൻ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതൊരു 1/2 ടീസ്പൂൺ ചേർക്കണം, 1/2 ടീസ്പൂൺ. അപ്പോൾ അതും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇത് വേറെ ലെവലായി മാറും. ഓക്കെ, ഇത് നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം. തലമുടി ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കട്ടെ. ഒന്ന് സ്മൂത്ത് പേസ്റ്റ് ആയി കഴിഞ്ഞു. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇടാം കേട്ടോ. ഞാൻ കഴുത്തിലിടുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങളിടുമ്പോൾ കഴുത്തിലും കൂടി ഇടുക. കാര്യം എനിക്ക് ക്ലീനിങ് പാടാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ആ സമയത്ത് ഇടാത്തത്. അല്ലാതെ ഞാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കഴുത്തിലും കൂടി ചേർത്തിട്ടാണ് ഇടുന്നത്. ഓക്കെ, ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് ഇത് തുടയ്ക്കും. അപ്പോൾ ഏതാണ്ട് ഉണങ്ങി എന്ന് പറയാം. ഇങ്ങനെ ആക്കുമ്പോൾ ഇളകി വരുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇനി വാഷ് ചെയ്യാം. ഓക്കെ, വലിയ പേസിനൊക്കെ എടുത്ത് വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഓവർ ഡ്രൈ ആക്കാതെ ഒരുവിധം ഉണങ്ങി കഴിഞ്ഞു കേട്ടോ. മസാജ് ചെയ്തിട്ട് gentle massage. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടച്ച് ചെറിയൊരു ജെന്റിൽ മസാജോടുകൂടി ചെയ്തു. ഓക്കെ, ഇവിടെയും കൂടി ഇത് കുറച്ചിട്ടായിരുന്നു. കണ്ണിൻ്റെ കുറച്ച് സൈഡിലേക്ക് കയറ്റി ഒരു വെറ്റ് ടിഷ്യൂ എടുക്കട്ടെ. ആഹാ, ഫ്രഷ് ഓൾമോസ്റ്റ് അങ്ങനെ നല്ല ഒരു ഫേഷ്യൽ ചെയ്ത പോലെ ആയി. ഫേസ് ബ്രൈറ്റ്, ചാനൊക്കെ കുറേ മാറി.
ഒരു ഫ്രഷ്നെസ് തോന്നില്ലേ, ബ്രൈറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ട്. മൂക്കത്തി ഉള്ളതുകൊണ്ട് ഈ മൂക്കിന്റെ സൈഡൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. നല്ല സോഫ്റ്റായി, നല്ല മോയ്സ്ചറൈസ്ഡായി, ഡീപ്ലി ഹൈഡ്രേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലിസറിൻ എന്നുള്ള കാര്യം അന്തരീക്ഷത്തിലെ മോയ്സ്ചറിനെ കൂടെ നമുക്ക് വലിച്ചുകൊണ്ട് തരും. പ്ലസ് നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചർ സ്കിന്നിലുള്ള റീറ്റെയിൻ ചെയ്യും, ലോക്കിൻ ചെയ്യും. അങ്ങനത്തെ കുറേ വലിയ പ്രതിഭാസമാണ്. ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ 2 തരമാണ്. അതായത് 2 അല്ല 3 തരമുണ്ട്. കെമിക്കൽ, അതായത് സിന്തറ്റിക് ആയിട്ടുള്ള ഗ്ലിസറിനും ഉണ്ട്. പിന്നെ നാച്ചുറലായിട്ട് പ്ലാന്റ് എക്സ്ട്രാക്ട്സിൽ നിന്നും എടുക്കുന്ന ഗ്ലിസറിൻ, അതാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ. പിന്നെ അല്ലാണ്ട് ആനിമൽ സോഴ്സിൽ നിന്നും എടുക്കുന്ന ഗ്ലിസറിനും ഉണ്ട്. അത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്ട്സിലും ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആനിമൽ ഫാറ്റിൽ നിന്നെല്ലാം എടുക്കുന്നതാണ് ആനിമൽ ബേസ്ഡ് ഗ്ലിസറിൻ. പ്ലാന്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഓയിലാണ്, ദാറ്റ് ഈസ് കോക്കനട്ട് ഓയിൽ, സോയ ഓയിൽ, അതിൽ നിന്നെല്ലാം എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 രീതിയുണ്ട്. പാം ഓയിൽ, സോയ ഓയിൽ, പിന്നെന്താ കോക്കനട്ട് ഓയിൽ, ഇങ്ങനെയുള്ള ഓയിൽസിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ പ്യൂറർ ഫോമാണ്. കൂടുതൽ പ്യൂരിറ്റിക്ക് വേണ്ടി നന്നായിട്ട് അത് പ്രോസസ്സ് ചെയ്യും. അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് തന്നെയാണ് വീഗൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, പിന്നെ ആനിമൽസിനെയൊക്കെ ഉപദ്രവിക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം വെജിറ്റബിൾ ഗ്ലിസറിൻ പ്രിഫർ ചെയ്യാം. കുറച്ചുകൂടെ പ്യൂർ ഫോമിലാണ് കിട്ടുന്നത്. എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണല്ലോ വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആണ്. അങ്ങനെ കുറേ പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. അതായത് എക്സ്ട്രാക്റ്റഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ട്രൈഗ്ലിസറൈഡ്സ്. സിന്തറ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗ്ലിസറിനും ഉണ്ട്. അത് പെട്രോളിയം കെമിക്കൽസിൽ നിന്നെല്ലാം എടുക്കുന്നതാണ് സിന്തറ്റിക്കലി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. കൂടുതലായിട്ടും ഗ്ലിസറിൻ കാണുന്ന നാച്ചുറൽ കോസ്മെറ്റിക്സ്, പിന്നെ നമ്മുടെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, പിന്നെ അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫുഡ് പ്രോഡക്ട്സ്, ഇതിലൊക്കെയാണ് ഈ ഗ്ലിസറിൻ കാണുന്നത്. ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലൊക്കെ ഗ്ലിസറിൻ ആണ്. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് അതിൽ പറയുന്നുണ്ടാവില്ല ചില കാര്യങ്ങളിൽ ഏതാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണോ അല്ലയോ എന്ന്. ചിലർ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുകയും ചെയ്യും. അത് നോക്കി മേടിച്ചത്. എന്തായാലും സ്കിന്നിന്റെ ഇറിറ്റേഷൻ ഒക്കെ മാറ്റി തരും. നല്ലൊരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ഗ്ലിസറിൻ. ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. നല്ലതാണ്. സ്കിൻ ഏജ് ചെയ്യാതിരിക്കാനും നല്ലതാണ്. ഗ്ലിസറിൻ തേച്ച് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല സോഫ്റ്റ് സപ്പിളൊക്കെ ആയിരിക്കും. പിന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒന്നും വരില്ല. കുറച്ചുകൂടെ നമുക്ക് പ്രായം കൂടുന്തോറും സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്ലിസറിൻ നല്ലതാണ്. എനിക്ക് തൊടുമ്പോൾ തന്നെ എന്ത് തണുപ്പെന്ന് നോക്കി, കൂളായിട്ടിരിക്കും. ഒരു കൂളിംഗ് ഫീലാണ്, ഫുള്ളൊരു കൂൾഡ് ഫീലിംഗ് ആണ്. ആ തൈരാണെങ്കിലും ഗ്ലിസറിൻ ആണെങ്കിലും നമ്മുടെ കോഫി ആണെങ്കിലും റൈസ് ഫ്ലവർ ആണെങ്കിലും എല്ലാം നമ്മുടെ മുഖത്തിനെ അങ്ങോട്ട് കൂൾ ചെയ്ത് നോക്കി കാണുന്നുണ്ടല്ലോ. നല്ല എഫക്റ്റീവാണ്. ഞാൻ ശരിക്കും ഒരു പാർലറിൽ ചെന്നൊരു ഫേഷ്യൽ ചെയ്തിട്ട് വന്നാൽ എങ്ങനെയുണ്ടാവും അതേ ഫീലും അതേ ടച്ച് ആൻഡ് ഗ്ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. തൊടുമ്പോൾ തന്നെ എനിക്ക് അതേ നല്ല തണുത്ത് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സന്തോഷമായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ DIY. ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാം. നിങ്ങളുടെ എന്ത് ചെയ്താലും, ഞാനിനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ചെയ്ത് കാണിച്ചാലും എൻ്റെ സ്കിന്നല്ല നിങ്ങളുടെ സ്കിന്ന്, 2 ഡിഫറെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഓരോ സ്കിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുകയാണ്, പാച്ച് ടെസ്റ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇട്ട് നോക്കാം, അല്ലെങ്കിൽ കൈയുടെ ഈ ഭാഗത്ത് ഇട്ട് നോക്കാം. എന്നിട്ടൊരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചിലർക്ക് ഒരു 12 hours വെയിറ്റ് ചെയ്യണം എന്ന് തോന്നും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിറ്റേ ദിവസം ചെയ്താൽ, തലേ ദിവസം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിലും ചെയ്യാം. അപ്പം ഈ രീതിയിൽ ചെയ്ത് നോക്കുക. ഇതൊരു ഭയങ്കര നല്ലതായിരിക്കും. നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഇതുപോലെ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഇപ്പോൾ ഒരു ഞായറാഴ്ച ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ചെയ്താൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ്, നമ്മളെപ്പോഴും നല്ല സ്കിന്ന് കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. ചെറിയൊരു മേക്കപ്പിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്താൽ മതി. എനിക്ക് എന്തായാലും കുറച്ചൊരു പിഗ്മെന്റേഷൻ ഇഷ്യൂ, നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല, പക്ഷെ എനിക്കറിയാം ചെറിയ പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ഉണ്ട് ഈ 2 സൈഡും, ഇവിടെ കുറച്ച്. അത് ഞാൻ ചെറിയ കൺസീലർ ഇട്ടിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. അതിന് വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്തത്, അതൊന്ന് കൺസീൽ ചെയ്യാന്നുള്ളത്. പിന്നെ കണ്ണെഴുതാൻ ലിപ്സ്റ്റിക് ഇത്രയൊക്കെ മതിയല്ലോ. നമ്മുടെ സ്കിൻ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അത്രത്തോളം നമുക്കത് നല്ല എന്താ പറയുക, നല്ല ഫ്രഷ് ആൻഡ് യൂത്ത്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.